പുഴയാണ് കംപ്ലീറ്റ് മൂടിക്കിടക്കുന്നത്. ഇതിൽ അത്രയും വിറകും കാര്യങ്ങളും വന്ന് അടഞ്ഞെടുക്കുകയാണ്. ഒന്നുമില്ല, പുഴയുടെ ഗതി മാറി ഒഴുകുകയാണ്. പല വീടുകളിലും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പ്രദേശത്തിൽ. നമ്മളെ ചൂരൽമലയും മുണ്ടക്കൈനും വന്നിട്ടിരുന്ന പാലാണ്. പാലത്തിൻ്റെ അവസ്ഥ അത് പുഴ ഏതാണോ കര ഏതാണോ എന്നറിയില്ല. ആ ലെവലിലാണ് ഇപ്പോൾ വെള്ളം ഒഴുകുന്നത്. വല്ലാത്തൊരവസ്ഥയാണ്. തറക്കല്ലാണ്. അതിൻ്റെ അവിടെ ആ കല്ല് മാത്രം നിൽക്കണത് അത് കണ്ടി. അത് ശ്രദ്ധിച്ചേക്ക്, ഒരു കൂമ്പാരം പോലെ. ഇതാണ് ഉരുൾപൊട്ടി വന്ന വഴിയാണത്. There are some private players also, like Harrison Malayalam. There are this Wayanad, this tea estates are there, and mainly controlled by private players. Yeah. And these private players are also responsible for this thing, this tragedy, because they are not ready to consider even an inch of their land to construct common pathways and roads. So the only thing is that you have bridges. So if the bridges collapse, then you can't do anything. So these greedy private players are also responsible for this tragedy that happened by now. അമ്പലത്തിന്റെ തറക്കല്ലാണ്. അതിൻ്റെ അവിടെ ആ കല്ല് മാത്രം നിൽക്കണത് അത് കണ്ടി. മുന്നോട്ട് പോകുന്ന ദൃശ്യമാണ് കാണുന്നത്. അങ്ങേയറ്റം ദുസ്സഹമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ. അത് ഒട്ടും പ്രായോഗികമല്ല എന്ന് നേരത്തെ പറഞ്ഞെങ്കിൽ കൂടി അവിടെയുള്ള ഈ മേഖലയിൽ കുടുങ്ങിയെടുക്കുന്ന മുണ്ടക്കൈ ഭാഗത്ത് കുടുങ്ങിക്കെടുക്കുന്ന ആളുകളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിയില്ലെങ്കിൽ അത് വലിയ അപകടത്തിൽ കലാശിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് NDRF അന്വേഷണത്തിലേക്ക് ഇത്തരത്തിലൊരു ഓപ്പറേഷനിലേക്ക് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് നടക്കുന്നത്. ഈ പുഴ
വീടെടുത്തോ എത്ര പേരായി നടന്നതിന്റെ സീനിയർ ആ മിഷീൻ നോക്കണം കേട്ടോ, പൊട്ടിക്കാതെ നോക്കണേ. വീടെടുത്തോ എത്ര പേരായി നടന്നതിന്റെ സീനിയർ ആ മിഷീൻ നോക്കണം കേട്ടോ, പൊട്ടിക്കാതെ നോക്കണേ.